ഗൈസ് എല്ലാവരും ഭയങ്കര ഇമോഷണൽ സീൻസിലാണ് ഗൈസ്. മമ്മി കരഞ്ഞോടുക്കും. മമ്മി കൂടെ നോക്കമ്മി, മമ്മി നോക്കമ്മി. മമ്മി ഇസ്രായേലിൽ പോവാണ് ഗൈസ്. അപ്പോൾ ഫസ്റ്റത്തേതായിട്ട് മമ്മി ബോംബെയിൽ പോവാണ്. സോ അപ്പോൾ അതിനെല്ലാവരും വീട്ടിലൊക്കെ ഭയങ്കര കരച്ച് ഇമോഷണൽ സീൻസ് ഒക്കെ ആയിരുന്നു. ഒട്ടു നോക്കോട്ടു, എന്താ പറയാനുള്ളൂ ഒട്ടുന്? എനിക്കിനി ഇങ്ങോട്ട് വരാൻ വേറൊരു വീടില്ലല്ലോ എന്നുള്ളൊരു വിഷമം വയനാട്ടിലേക്ക് കയറാൻ. ഓഹോ, അപ്പൊ മമ്മി ഉള്ളതുകൊണ്ട് മാത്രം ആന്റി ഇങ്ങോട്ട് വന്നോണ്ടിരുന്നത്? നമ്മളൊന്നും വേണ്ട? സത്യം ഇല്ല, എത്രയായാലും ഉപ്പോളം വരൂലല്ലോ ഉപ്പിലിട്ടത്. ഓഹോ, പഴഞ്ചൊല്ലൊക്കെ ബഹുത് ബടിയ ബഹുത് ബടിയ. നമ്മൾ പോയിക്കൊണ്ടിരിക്കുക 3:30-ക്കാണ് ഫ്ലൈറ്റ് ഉള്ളത്. സോ നമ്മൾ വണ്ടി ഓടിച്ചത് നമ്മുടെ ഡ്രൈവർ സുഭാഷ് അണ്ണനാണ്. സുഭാഷ് അണ്ണനാ ഡ്രൈവറൊക്കെ. അണ്ണനുള്ള കുണ്ടൊക്കെ ചാടിച്ചു പോകുന്നുണ്ട്. അവിടെ എത്തുമ്പോ എന്താവോ എന്തോ. ഞങ്ങള് തമിഴ്നാട്ടിൽ നിന്ന് ഇറക്കിയ ഡ്രൈവറാ. പറയല്ലേ പറയൂല. ആ എന്താ ഞാൻ കേൾക്കുന്നുണ്ട്. അതിനിപ്പോ എന്താ പറ. ആ ഓഫാക്കി പറ പറ പറ. ക്യാമറ ഓഫാണ്. ഓണാകണോ? എന്നാ പറ ഓഫ്. അതാ ആയിക്കോട്ടെ പൊന്നു. ഭക്ഷണം കഴിക്കൂല, പക്ഷെ കഴിക്കുന്നത് നല്ലോണം കഴിക്കും. എത്ര വർഷം? 24 വർഷം. അതിലൊരു വർഷം 1.5 വർഷമേ ഉള്ളൂ സന്തോഷമായിട്ടിരുന്നേ. അത് ഞങ്ങള് ഫുൾ അടിയായിരുന്നു അല്ലേ? എന്നാലും മമ്മി കർണാടകയിലാ ജീവിതം മുഴുവൻ. അല്ല, എന്നാലും പപ്പയ്ക്ക് ഒരു വിചാരം ഉണ്ടാവില്ലേ മമ്മി ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളൊരു. പപ്പ ഇങ്ങനെ പൊടിച്ചിരിക്കുകയായിരിക്കും. എല്ലാരും കരഞ്ഞു. സിന്ധു ചേച്ചി കരഞ്ഞോണ്ട്. അയ്യോ, എനിക്ക് സിന്ധു ചേച്ചിന്റെ കരച്ചിലുണ്ട്. എനിക്ക് പെട്ടെന്ന് സങ്കടമായി പോയോ. വിങ്ങി പൊട്ടിയൊരു കരച്ചില്. അങ്ങനെയല്ല. അപ്പോ നമ്മളിപ്പോ അയൽവക്കത്ത് താമസിക്കുന്ന ആൾക്കാർ എന്റെ വീട്ടിൽ ഇപ്പൊ ലൈറ്റും വെട്ടമില്ല, തൊട്ടപ്പുറത്തുള്ളവർ നോക്കുമ്പോ ഈ വീട് ഇരുണ്ട് മൂടി കിടക്കുമ്പോ അതും മനസ്സിനൊരു ടെൻഷൻ. അത് തന്നെയല്ല, ഞങ്ങള് രണ്ടുള്ള തൊട്ടടുത്ത് ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എനിക്ക് ആരെങ്കിലും ഉണ്ടായിരുന്നു. അപ്പൊ സത്യം എന്നെ പറഞ്ഞാൽ അവളെ ഉണ്ടായിരുന്നുള്ളൂ. അതുമല്ല, മക്കളോടും ഭർത്താവിനോട് പറയാത്ത പല കാര്യങ്ങളും ഫ്രണ്ട്സിനോട് പറയാം. അല്ല, ഇത് മമ്മി പറഞ്ഞിട്ടുള്ള ഫ്രണ്ട്സിനോടല്ല. അവിടെ ഒരു പാസ്റ്ററും ഭാര്യ ഉണ്ടായിരുന്നു. പാസ്റ്ററിന്റെ ഭാര്യരോടായിരുന്നു മമ്മി രഹസ്യങ്ങൾ മൊത്തം പറയുന്നത്. അപ്പൊ പാസ്റ്ററിന്റെ ഭാര്യ എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് പറയും, ഓ എല്ലാരോടും ആരോടും പറയാത്ത കാര്യങ്ങളൊക്കെ എന്നോടത്താണല്ലോ നീ പറയുന്നത് അന്ന് വന്നിട്ട് പറഞ്ഞില്ലേ. ഇവര് ഭയങ്കര കൂട്ടായിരുന്നു എനിക്ക്. പിന്നെ നമ്മുടെ മറ്റേ രഹസ്യകവചമാണ് മടിയിലിരിക്കുന്നത്. അതേടാ, എന്താ അതിനൊരു സംശയമില്ല മോനെ. അത് ലോക്ക് തുറന്നൊരൊറ്റ തള്ളിയ റോഡിൽ കിടക്കും. ഞങ്ങള് ജീവിച്ചായിട്ട് ആൾക്കാർ പോവുകയും ചെയ്യും. ആ ഡോർ മര്യാദക്ക് അടച്ചിട്ടല്ലേ ഇരുന്നേ? ഇല്ല ഇല്ല, എയർപോർട്ടിൽ എത്തുന്നതിന് ഇവിടുന്ന് മറ്റേ വീണ് പോവും. 2 കൂടി കണ്ടിട്ട് കുറെ കാലായി. ഇതാണ് പാമ്പ്ര എസ്റ്റേറ്റ്. ഏതാ പാമ്പ്ര എസ്റ്റേറ്റ്. ഇവിടെ കടുവ. ഓക്കെ ഗൈഡ്സ്, ഞങ്ങൾ താമരശ്ശേരി ഇറങ്ങി ചായയൊക്കെ കുടിച്ച് ഞങ്ങളുടെ തമിഴ് ഡ്രൈവറിനെ ഒഴിവാക്കിയിട്ട് ഡ്രൈവറിനെ കാണിച്ചില്ല. ഇതാണ് തമിഴ് ഡ്രൈവർ ഞങ്ങൾ ഒഴിവാക്കി. ഇപ്പൊ ഞങ്ങൾ മലയാളി ഡ്രൈവറിനെ കയറ്റിയിരിക്കുന്നു. ഞങ്ങൾ പ്രത്യേകം ഇറക്കുമ്പോൾ ചെയ്ത ഡ്രൈവർ ഒരു ഹായ് പ്ലീസ്. ബംഗാളി ഡ്രൈവർ. ഇപ്പൊ ഞങ്ങൾ അടുത്തൊരു ഒരു മലയാളി ഡ്രൈവർ കയറ്റിയിട്ടുണ്ട്. എന്തായാലും പോകുന്നുണ്ട്. ഇടവും വരെ അറിയില്ല, ഞങ്ങൾ പറഞ്ഞു കൊടുത്തോളാം. ഒന്നും പറയാനില്ല. ഗോഡ് ബ്ലെസ് യു. എല്ലാത്തിനും കൂടെ ഇല്ല ഒരു ഇതും ഇല്ല. എന്താ ഒന്നുകൂടെ പറയേ. ഇങ്ങനെ ആലോചിക്കുമ്പോ ഒരു ചെറിയൊരു വിങ്ങിപ്പൊട്ടലുണ്ടോ. ഇനി നമ്മള് വീട്ടിലേക്ക് വരുമ്പോ മമ്മി ഇല്ലല്ലോ എന്നുള്ളൊരു സാധനം, മനസ്സിലായോ? അതൊരു വല്ലാത്തൊരു സാധനം തന്നെ. പിന്നല്ല, അത് തന്നെ. പിന്നെ ആരൊക്കെ ഉണ്ടെങ്കിലും വീട്ടിലേക്ക് കയറി വരുമ്പോ അമ്മയെന്ന് വിളിക്കാൻ ഒരാൾ വേണം. Guys, we are going to Goa. This is my only one cute sister, Punnu Alain Johanan. Guys, yo, we are going to Goa, guys. ഹലോ ഗൈസ്, മമ്മി ഭയങ്കര സങ്കടത്തിലാണ്. കരയമേ
കണ്ണീര് വരുന്നില്ല ചെഗ്ലേസർ എന്താ ബാഗിലുണ്ട് എടുത്തോ. ഫുൾ ട്രാഫിക്കാണ്. ചേട്ടൻ ഭയങ്കര ബിസിയാണ്. ഹായ് കൊടുക്ക്, ഹായ് കൊടുക്ക്. ആ വേറെ സംഭവം ഉണ്ടായി. സുഭാഷിന്റെ അതൊന്നും ഉണ്ടായില്ല. വീഡിയോ എടുക്കണ്ടായിരുന്നു. ഞാൻ മറന്നു പോയി എൻ്റെ മമ്മി. ഒരു സംഭവം ഉണ്ടായി. സുഭാഷിന്റെ ലൈനൊക്കെ ഉണ്ട്. സുന്ദരിയാ സുന്ദരിയാ അല്ലേ? അതെ ഞങ്ങളുടെ അത്ര സൗന്ദര്യം ഒന്നും വരത്തില്ല. മുഖത്ത് മുഴുവൻ കുരു പറ പറ. മുഖത്ത് മുഴുവൻ കുരു. ആരൊക്കെ ലൈൻ അടിക്കുന്നുണ്ട്. പ്രേമക്കുരിയാന്ന് ഡൗട്ട് ഉണ്ടല്ലേ? സുഭാഷിന്റെ അഭിപ്രായം എനിക്കൊന്നും പറയാനില്ല. അങ്ങനെ പറയല്ലേ? എന്തേലും പറയും. എന്താ പറയണ്ടേ? എന്തേലും പറയും. അങ്ങനെയല്ല ഇങ്ങനെ പറയും. ലൈക്ക് ചെയ്യൂ, ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. അല്ല ഇത് പറയും. ഞങ്ങൾ പറഞ്ഞതിന്റെ അഭിപ്രായം പറയും. എന്താ മുഖത്ത് മൊത്തം കുരുവാന്ന് പെണ്ണിന്റെ. പ്രശ്നമൊന്നുമില്ല. പ്രേമക്കുരിയാ ഡൗട്ടാ. ആരൊക്കെ ലൈൻ അടിക്കുന്നുണ്ട്. ഞങ്ങള് കേരളക്കാരങ്ങനെയാ പറയുന്നേ. ആണോ? അത് എല്ലായിടത്തും അങ്ങനെയാ പറയല്. അങ്ങനൊക്കെ വേണം. അങ്ങനെയൊക്കെ വേണമെന്നോ? അല്ല എന്നാലേ ഒരു വില ഉള്ളൂ ഇല്ലേ? ട്രാഫിക് തുടങ്ങി. പോയില്ലെങ്കിൽ അടുത്ത നമുക്കൊരു പറഞ്ഞില്ലേ ജാഗറല്ലേ? അപ്പോൾ ഗൈസ് നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് മമ്മിയുടെ ഒപ്പം പോയിക്കൊണ്ടിരിക്കുക. സങ്കടം ഉണ്ടോ നിനക്ക്? ആ പക്ഷെ പുറത്ത് കാണിക്കില്ല ഗൈസ്. എന്നാണ് വീഡിയോ ഓഫർ. നമ്മളൊരു ഇമോഷണൽ ബീച്ചാണ്. അയ്യോ എന്താലേ? എവിടെ അവരവിടെ അവരെവിടെ? എവിടെ വീട്ടു എവിടെയാ? അവരോടെ ആ പപ്പ മാത്രമേ ഉള്ളൂ അവിടെ. മമ്മി എന്തി? ഫുഡ് കഴിക്കാൻ എൻട്രി D1 ഇതാ. ഇതിൽ കൂടെ മമ്മി പോകുള്ളൂ. ഗൈസ് എമോഷണൽ സീൻസ് കണ്ടോ കൊടുക്ക്. അല്ലേ ഒന്നുകൂടി ചെറിയ ആൻറ്റി കണ്ട ആൻറ്റി വാങ്ങി തരുക. കാരണം അവിടെ വേഗം ചോറ് തിരിച്ചിടുന്നേ. വെള്ളം മുഴുവൻ നിനക്ക് ഞാൻ പപ്പയ്ക്കോ? ഫ്ലൈറ്റ് ഡിലേ ആ. എന്താ? എയർ ട്രാഫിക് കൺജക്ഷൻ. നീ എനിക്ക് സ്ലൈസ് വാങ്ങിയില്ലടാ. അയ്യോ സ്ലൈസ് വാങ്ങിയില്ലല്ലോ. സമയം 16:10. ഇപ്പോൾ നമ്മളുള്ളത് ഏതാണ് എയർപോർട്ട്? കാലിക്കറ്റ് ഇന്റർനാഷണൽ എയർപോർട്ട് എന്ന് പറയാം. പെട്ടിക്കട പോലെ. സത്യം നമ്മുടെ ബാംഗ്ലൂരൊക്കെ വെച്ച് സാധനമാണ്. ഒന്നുമില്ല വെച്ചാൽ ഒന്നുമില്ല. ടോയ്ലറ്റാ എന്ത് പെട്ടിക്കട പോലെ ഉണ്ട്. ഇവിടുത്തെ ATC എവിടെയാ? അതാണ് തോന്നുന്നു ഗൈസ്. അത് ഫയറിൻ്റെ ടാങ്ക്. ഹലോ ഗൈസ്, ഇപ്പോൾ മമ്മി പോയി, ഞങ്ങൾ തിരിച്ചു പോവാം. പപ്പയുടെ അഭിപ്രായം നമുക്ക് കേൾക്കാവുന്നതായിരിക്കും. പപ്പയുടെ അല്ലേ എല്ലാവരും ആദ്യം നീ പറ. എടുക്കുന്നുണ്ടോ? അവരെല്ലാം പോയി, മമ്മി മാത്രം പോയില്ലല്ലോ. നേരെ അപ്പൊ അതിന്റെ ടെൻഷൻ ആ വിഷമം എനിക്ക് ഇപ്പൊ തീർന്നു.
അപ്പൊ സന്തോഷമാണുള്ളത്. സന്തോഷം. എനിക്കെന്താ അറിയില്ല, രാവിലെ മുതൽ ഒരു ഭയങ്കര വല്ലാത്ത പിന്നൽ. അവളുമാരൊക്കെ ദുബായിൽ ഇരുന്ന് ഫോൺ ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഫീലിംഗ് ഉണ്ട്. ഇറ്റലി ചെയ്തിട്ട് ഇനി വീട്ടിൽ വരുമ്പോ മമ്മി ഇല്ല. ഇസ്രായേൽക്കാരന്റെ ഭർത്താവ് ആ അവസ്ഥ നനച്ചത് എന്റെ അമ്മോ ഞാൻ ഇന്ന് ലീവാണ്, ഞാൻ ട്രാവലിങ്ങിലാണ്. നിങ്ങളെ നാളെ വന്ന് നോക്കാം, കുഴപ്പമില്ല, അടിച്ചു തരാം, അതിനൊന്നും കുഴപ്പമില്ല. എല്ലാവരും വീഡിയോ കോളിൽ മാത്രം. അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ എല്ലാവരും വിട്ടു നിന്ന് പഠിച്ചതുകൊണ്ട് കുഴപ്പമില്ല. അപ്പൊ വിട്ടു നിന്ന് പറഞ്ഞാൽ നമ്മള് വീട്ടിൽ പോകുമ്പോ മമ്മി മമ്മിക്ക് മമ്മി തന്നെ വേണം. മമ്മി ഇല്ലാതെ കളി നടക്കൂല, അത് വേറെ കാര്യം. അപ്പൊ വിനീത ചേച്ചി അവിടെ നിന്ന് ഇങ്ങനെ ചിരിക്കുമ്പോ നീ വിനീത ചേച്ചിനെ പോലല്ല, വിനീത ചേച്ചിനെ പോലെ അല്ല മമ്മി. അത് പപ്പ മനസ്സിലാക്കണം. അതെ, അതല്ല വിളിക്കും. വിനീത ചേച്ചിക്ക് അവിടെ നിന്ന് വീഡിയോ കോൾ നമ്മൾ വിളിക്കുകയും ചിരിക്കുമ്പോൾ നമുക്കൊരു ശരിക്കും പറഞ്ഞാല് പടിക്കാട് സച്ചിന്റെ പെണ്ണുങ്ങൾ പോയില്ലേ, അതൊക്കെ മമ്മി കിട്ടുമെന്ന് പറയുന്നിട്ട് കിട്ടാതിരുന്നപ്പോൾ ഇവർ പോയപ്പോൾ ഒരു ഇതുണ്ടല്ലോ, ഇത് ആ ഒരു മാനസിക വിഷമുണ്ടല്ലോ, അതിപ്പോൾ എനിക്ക് തീർന്നു. അത്രേ ഉള്ളൂ. ഇനി വട്ടുവാൻറ്റിന്റെ അഭിപ്രായം കേൾക്കാവുന്നതാണ്. പറ. എനിക്ക് വിഷമമുണ്ട്. എന്ത് ലീവ് കിട്ടിയാലും 2 ദിവസം ലീവ് കിട്ടിയാലും ഓടി വരുമായിരുന്നു എൻ്റെ അനിയത്തിൻ്റെ അടുത്തേക്ക്. ഇനി എനിക്കത് കഴിയൂലല്ലോ എന്നുള്ളൊരു വിഷമം എനിക്ക് നല്ലോണം ഉണ്ട്. പിന്നെ ഇന്ന് പോകുന്ന കണ്ടപ്പോഴും എനിക്ക് മനസ്സിന് ഭയങ്കര വിഷമമായി. ഇനിയിപ്പോ നമ്മളെല്ലാരും കരയുന്ന കണ്ടു കഴിഞ്ഞാൽ മമ്മി എന്തായാലും അതുകൊണ്ടാണ് ആരും കരയാത്തത്. എല്ലാരും കരഞ്ഞല്ല, അവള് വിചാരിക്കട്ടെ ഞങ്ങൾക്കൊക്കെ സന്തോഷമാണ്. ഞങ്ങൾ സന്തോഷമായിട്ട് തന്നെ കാണുന്നത് അവൾക്ക് രാവിലെ ചാത്തൻ തന്നെ സീനുണ്ടാക്കിയായിരുന്നു. ചാത്തനെ കരച്ചില് അത് എല്ലാവരും ശരിക്കും കുലുക്കി എന്ന് വേണം പറയാം അല്ലേ. സിന്ധു ചേച്ചി വിങ്ങി പൊട്ടിയതുണ്ടോ? എനിക്കതുകൊണ്ട് ഭയങ്കര സിന്ധു ചേച്ചി ആദ്യം ചാത്തനാ തുടങ്ങിയത്. സിന്ധു ചേച്ചി പിന്നെ സിന്ധു അനങ്ങാതെ നിൽക്കുവായിരുന്നു. ഹലോ, ആ ആന്റി കൊണ്ടുവിട്ടിട്ട് വന്നോണ്ടില്ല. ആ അങ്ങോട്ട് വന്നിട്ടോ, ചിലപ്പോ നേരെ പോവും. ആ എന്തായിരുന്നു? ഞാൻ വീട്ടിൽ വരും. നീ സുഭാഷേട്ടൻ്റെ അഭിപ്രായം ചോദ്യം ചോദിക്കും ഉത്തരം വരെ അല്ലേ? ഓരോ സമയം ഹലോ ഗൈസ്, ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുക. ഇതിനെ അവിടെ നിന്ന് കിട്ടിയതാ. അവസ്ഥ എല്ലാം എത്തി. നിങ്ങളൊക്കെ കൊണ്ട് പൂച്ച പേടിച്ചോളട്ടെ. സോ ഗായ്സ്, വീട്ടിലെത്തി. ഭയങ്കര അവസ്ഥ കേട്ടോ. വീട്ടിൽ പപ്പില്ലാണ്ട് ഇതുപോലെ അത് വൃത്തിയാക്കണേ. അപ്പൊ ഫുൾ അടുക്കള ഡ്യൂട്ടിയാണ്. അടുക്കളയൊക്കെ ക്ലീൻ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഓൾമോസ്റ്റ് ക്ലീൻ ആക്കി. ഓരോ പണിയിലാണ് അപ്പ. ഇനി എന്താ പണി? തൈര് ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫുൾ ഡാർക്ക് അന്തരീക്ഷമാണ്. Very bad dark അന്തരീക്ഷം guys.